നമസ്കാരം. ഒരാൾ ആദ്യമായല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ജനസേവനമല്ല, മറിച്ച് അധികാരവും മറ്റു നേട്ടങ്ങളുമൊക്കെയാണെന്ന് സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് പോലും അറിയാം. കെ വി തോമസും ലതിക സുഭാഷും പി സി ജോർജും ശോഭന ജോർജും പി പ്രശാന്തും അബ്ദുള്ള കുട്ടിയും എന്തിനാ ഇപ്പോൾ പത്മജയെ കുറ്റപ്പെടുത്തുന്ന കെ മുരളീധരൻ പോലും അധികാര കൊതിമൂത്ത് ഇങ്ങനെ മറുകണ്ഠം ചാടിയവരാണ്. പക്ഷേ ഇവരെയൊക്കെ വോട്ട് കുത്തി ജയിപ്പിക്കുകയും ജയ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള മരക്കഴുതകളിൽ ഒരു വിഭാഗം പിന്നെയും ഇവരെയൊക്കെ കാണുമ്പോൾ ഉടുമുണ്ടിന്റെ മടിക്കുത്തഴിച്ചിട്ട് റാൻമൂളി നിൽക്കും. പൊതുജനങ്ങളുടെ ഈ അടിമത്ത മനോഭാവമാണ് രാഷ്ട്രീയ മേലാളന്മാരെ ഇത്രയധികം വഷളാക്കുന്നതും. അത് ഓരോരുത്തരുടെ വിവേചനാധികാരമാണ്. അവർക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം. പക്ഷേ ഇന്നലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജയെക്കുറിച്ച് പറഞ്ഞത് രാഷ്ട്രീയ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിക്കുന്ന തരത്തിലാണ്. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് പത്മജ തന്നെ ഇതിനു മറുപടിയുമായി എത്തിയിട്ടുണ്ട്. തന്നെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കും എന്നാണ് പത്മജ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാഹുലിനെ കുറിച്ച് പത്മജയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ടി വിയിലിരുന്ന് നേതാവായ ആളാണ്. അദ്ദേഹം എങ്ങനെയാണ് 10 ദിവസം ജയിലിൽ കിടന്നത് എന്നും അതിൻ്റെ പിന്നിലെ കഥകൾ എന്താണെന്നും എനിക്കറിയാം. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നെ വഴിയിൽ തടയുമെന്ന് പറഞ്ഞു. അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ. അച്ഛൻ ജയിലിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാജൻ കേസിൻ്റെ സമയത്ത് ഒളിവിൽ പോയി അച്ഛനെ കണ്ടയാളാണ് ഞാൻ. പേടിക്കില്ല. ഞാൻ കരുണാകരൻ്റെ മകൾ അല്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. എൻ്റെ അമ്മയെയാണ് അതിലൂടെ അയാൾ പറഞ്ഞത്. ഇങ്ങനെയാണ് പത്മജ പറഞ്ഞത്. ഇത് മാത്രമല്ല, കോൺഗ്രസിനെതിരെ രൂക്ഷമായ തരത്തിലാണ് പത്മജ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചതും. ഇവിടെ പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് കൂടിയാണ്. യൂത്ത് കോൺഗ്രസിന് ഒരു ഊർജം കൈവന്നിരിക്കുന്നത് തന്നെ രാഹുൽ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമാണ്. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ജനപ്രീതിയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു പ്രതീക്ഷയുമുണ്ട്. പക്ഷേ അമിതമായ ആത്മവിശ്വാസവും കുറച്ച് തലക്കനവുമാണ് രാഹുലിനെ കൊണ്ട് ഇന്നലെ പത്മജയ്ക്കെതിരെ അത്തരം മോശമായ ഭാഷയിൽ പ്രതികരിപ്പിച്ചത്. അത് അദ്ദേഹത്തിന് നല്ലതല്ല. ഇടതുപക്ഷ യുവ നേതാക്കളിൽ നിന്ന് മറ്റുള്ള പ്രസ്ഥാനങ്ങളിലെ യുവനേതാക്കളെ മാത്രമല്ല എല്ലാ നേതാക്കളെയും വ്യത്യസ്തമാക്കുന്നത് അവരുടെ പെരുമാറ്റമാണ്. സ്വകാര്യ ജീവിതത്തിൽ ആരെന്തു കാണിച്ചാലും അത് ഒരു പരിധിവരെ ജനങ്ങൾ അറിയണമെന്നില്ല. പക്ഷേ ഇത് ഡിജിറ്റൽ യുഗമാണ്. മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും ചിന്തിക്കുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിയിരിക്കും. അങ്ങനെ വരുമ്പോൾ PM ആർഷോയുടെയും ഹസൻ മുബാറക്കിൻ്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ തലത്തിലേക്ക് രാഹുലിനെ പോലെ മോശപ്പെട്ട ഭാഷയിൽ പ്രതികരിക്കുന്ന നേതാക്കളും തരം താഴും. ഒന്നാമതേ പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ്. നേതാക്കളുടെ ഒരു ചെറിയ പിഴവ് പോലും ജനങ്ങൾ ശ്രദ്ധിക്കും. അത് രാഹുലിന് ഭൂഷണമല്ല. മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് മാത്രമാണ് താനെന്ന് ഇനിയെങ്കിലും രാഹുൽ തിരിച്ചറിയണം. അതേസമയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ മത്സരിക്കാനില്ലെന്നും എന്നാൽ കെ മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ BJP ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിനെതിരെ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വി വേണുഗോപാൽ പറയുന്നു. പത്മജയുടെ ഇനിയുള്ള രാഷ്ട്രീയം BJPയിൽ തന്നെയായിരിക്കുമെന്ന് അടിവരയിട്ട് പറഞ്ഞ വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാരമ്പര്യമാണ് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയിച്ചത് എന്നും രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നും പറഞ്ഞു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തിരി ജാഗ്രത കാണിക്കുന്നത് നന്നായിരിക്കും. കാരണം എപ്പോഴാണ് BJPയിലേക്കുള്ള വണ്ടി വരുന്നത് എന്നറിയില്ലല്ലോ.